ഹായ് ഗൈസ്, വെൽക്കം ടു മൂവി ഷോക്കേസ്. 2010 റിലീസ് ചെയ്ത ഹൗ ടു ട്രെയിൻ യുവർ ഡ്രാഗൺ എന്ന ആനിമേഷൻ മൂവിയാണ് നമ്മൾ ഇന്നിവിടെ കാണാൻ പോകുന്നത്. ബെർക്ക് എന്ന ഗ്രാമത്തിലെ മനോഹരവും സമാധാനപരവുമായൊരു പ്രഭാതം കാണിച്ചുകൊണ്ടാണ് ഈ മൂവി ഇവിടെ ആരംഭിക്കുന്നത്. ഈ ഗ്രാമത്തിലുള്ളവരെല്ലാം വൈക്കിങ്സ് ഇനത്തിൽപ്പെട്ടവരാണ്, അതായത് വളരെ ശക്തിയുള്ള യോദ്ധാക്കന്മാർ. ശക്തിയാണ് ഇവരുടെ മെയിൻ. ഈ ഗ്രാമത്തിലുള്ളവർ നേരിടുന്ന ഏറ്റവും വലിയ പ്രോബ്ലം ഡ്രാഗൺസിന്റെ ശല്യമാണ്. ഡ്രാഗൺസ് അവർക്ക് വിശക്കുമ്പോൾ ഈ ഗ്രാമത്തിൽ വന്നാണ് ഇര തേടുന്നത്. എന്നാൽ ഈ ഗ്രാമത്തിലുള്ളവർ ചില്ലറക്കാരല്ലല്ലോ, അവർ ആ ഡ്രാഗണുകളെ വേട്ടയാടുകയും ചെയ്യുന്നു. ഇന്നത്തെ ഈ സമാധാനപരമായ പ്രഭാതം ഡ്രാഗന്റെ വരവോടുകൂടി അവസാനിച്ചിരിക്കുകയാണ്. ഡ്രാഗൺസ് അവരുടെ ഇര തേടി എത്തിയിരിക്കുകയാണ്. ഡ്രാഗൺസിനെ ആക്രമിക്കുന്നതിന് വേണ്ടിയിട്ട് ഗ്രാമത്തിലുള്ളവരെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും പരക്കം പായുകയാണ്. ഈ തിരക്കിനിടയിൽ ഡ്രാഗണെ പിടിക്കാൻ ഓടുന്ന ഈ ചെറിയ പയ്യനാണ് നമ്മുടെ ഹീറോ ഹിക്കപ്പ്. ഇവനെ കണ്ടാലേ അറിയാം, ഒരു ഡ്രാഗനെ പോയിട്ട് ഒരു തുമ്പിയെ പിടിക്കാൻ പോലും ഇവനെ കൊണ്ട് പറ്റില്ല. ഇവനെ കണ്ടിട്ട് നാട്ടുകാരൊക്കെ ഞങ്ങൾക്ക് പണി ഉണ്ടാക്കാതെ വീട്ടിൽ കയറിയിരിക്കുന്നു പറഞ്ഞ് അവനെ വഴക്ക് പറയുകയാണ്. ഇവൻ ഈ ഗ്രാമത്തിലുള്ളവർ കൊടുക്കുന്ന വില എന്താണെന്ന് ഇപ്പൊ മനസ്സിലായല്ലോ. എന്നാൽ ഹീറോയ്ക്കാകട്ടെ ഒരു ഡ്രാഗണെയെങ്കിലും സ്വന്തമായി കൊന്ന് താനും വൈക്കിങ്സ് ഇനത്തിൽപ്പെട്ടയാളാണെന്ന് പ്രൂവ് ചെയ്യണമെന്നതാണ് ലക്ഷ്യം. എന്നാൽ അത് അവനെ കൊണ്ട് കൂട്ടിയേ കൂടുന്ന കാര്യമായിരുന്നില്ല. ഇത് നമ്മുടെ ഹീറോയുടെ അച്ഛൻ. പുള്ളിക്കാരൻ കുട്ടിക്കാലം മുതലേ ഡ്രാഗൺസിലൊക്കെ കൊല്ലുന്നതിന് മിടുക്കനായിരുന്നു. അതുകൊണ്ട് തന്നെ ഇപ്പൊ പുള്ളി ഇവിടുത്തെ ചീഫാണ്. തന്റെ മകനെ പറ്റി നന്നായിട്ട് അറിയാവുന്ന ഈ അച്ഛൻ ഡ്രാഗൺ ഉള്ള സ്ഥലത്ത് നിന്നും അവന് മാറ്റുന്നു. ആയുധപ്പെരയില് അല്ലറ ചില്ലറ സഹായങ്ങൾ ചെയ്യുക, അതാണ് അവന് കൊടുത്തിട്ടുള്ള ജോലി. പല ടൈപ്പ് ഡ്രാഗണുകളാണ് ഇവിടെ ഇര തേടി എത്തിയിരിക്കുന്നത്. ഓരോ ഡ്രാഗണുകൾക്കും ഓരോ പേരുകളും ഓരോ സവിശേഷതകളുമുണ്ട്. ഇവിടെ ഡ്രാഗൺ ഹണ്ടിങ്ങിനായി നമ്മുടെ ഹീറോയുടെ ഏജ് ഗ്രൂപ്പിലുള്ള ഒരു കൂട്ടം എത്തിയിട്ടുണ്ട്. ഇതിൽ മെയിൻ ഇവളാണ്, ആസ്ട്രിഡ്. നമ്മുടെ ഹീറോയ്ക്ക് ഇവളുടെ മേലൊരു ക്രഷ് ഉണ്ട് കേട്ടോ. എന്തായാലും ഇതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ഹീറോ ഹിക്കപ്പും ഞാനും ഡ്രാഗനെ കൊന്നിട്ട് വരാമെന്ന് പറഞ്ഞ് മുന്നോട്ടിറങ്ങുന്നു. എന്നാൽ ഗോബർ ഈ കാണുന്ന പുള്ളി അവനെ അതിൽ നിന്നും തടയുന്നു. എന്നാൽ ഹിക്കപ്പ് ഗോബറിന്റെ കണ്ണ് വെട്ടിച്ച് അവൻ സ്വയം ഉണ്ടാക്കിയ ഡ്രാഗനെ പിടിക്കുന്ന മെഷീനുമായി ഒരു കുന്നിന്റെ മുകളിലെത്തുകയും ഇതുവരെ ആരും കണ്ടിട്ടില്ലാത്ത ഡ്രാഗണുകൾ പോലും ഭയക്കുന്ന നൈറ്റ് ഫ്യൂരി എന്ന ഒരിനം ഡ്രാഗണിനെ അവൻ അവന്റെ മെഷീൻ ഉപയോഗിച്ച് എയിം ചെയ്യുകയും ഷൂട്ട് ചെയ്യുകയും ചെയ്യുന്നു. നൈറ്റ് ഫ്യൂരിയെ പിടിച്ചു എന്ന് വിളിച്ചു കൂവിക്കൊണ്ട് ഹിക്കപ്പ് ചെന്നതോ തീ തുപ്പുന്ന ഡ്രാഗന്റെ മുന്നിലും. ഹിക്കപ്പിന്റെ അച്ഛൻ അവനെ ആ ഡ്രാഗണിൽ നിന്നും രക്ഷിക്കാൻ പോകുന്നത് വഴിക്ക് ഓൾറെഡി പിടിച്ചു വെച്ചിരുന്ന കുറേയധികം ഡ്രാഗണുകൾ പറന്നു പോവുകയും അവിടെയുള്ള കുറെ വീടുകൾക്ക് നാശനഷ്ടം സംഭവിക്കുകയും ചെയ്യുന്നു. ഹിക്കപ്പിന്റെ അച്ഛൻ അവനെ ഒരുപാട് വഴക്ക് പറയുകയും അവനെ പൂട്ടിയിടുകയും ചെയ്യുന്നു. ഡ്രാഗണുകളുടെ ശല്യം ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് ഹിക്കപ്പിന്റെ അച്ഛനും കൂട്ടാളികളും ഒരു തീരുമാനമെടുക്കുന്നു. ഡ്രാഗണുകളുടെ കൂട് കണ്ടുപിടിച്ച് അവയെ കൂട്ടത്തോടെ കൊന്നൊടുക്കുക എന്നതായിരുന്നു ആ തീരുമാനം. പിറ്റേ ദിവസം നേരം വെളുത്തതും ഹിക്കപ്പ് അവൻ വലയെറിഞ്ഞ് വീഴ്ത്തിയ ആ ഡ്രാഗണിനെ തപ്പി കണ്ടുപിടിക്കുന്നു. എല്ലാവരും ഭയക്കുന്ന നൈറ്റ് ഫ്യൂരിയെ തന്നെയാണ് നമ്മുടെ ഹീറോ ഹിക്കപ്പ് വലയെറിഞ്ഞു പിടിച്ചിരിക്കുന്നത്. അതിനെ കൊന്ന് അതിന്റെ കരലെടുത്ത് നാട്ടുകാരെ കാണിക്കുന്നതിന് വേണ്ടിയിട്ട് അവൻ ഒരു കത്തിയൊക്കെ ആയിട്ട് അതിന്റെ അടുത്ത് ചെന്നെങ്കിലും അതിന്റെ മേലൊരു പോറൽ പോലും അവൻ ഏൽപ്പിച്ചില്ല. പകരം അതിന്റെ കെട്ടഴിച്ചു വിടുകയാണ് അവൻ ചെയ്തത്. സ്വതന്ത്രനായതും ആ ഡ്രാഗൺ നമ്മുടെ ഹീറോയുടെ മേലെ ചാടി കയറുന്നുണ്ട്. എന്നാൽ ആ ഡ്രാഗൺ ആകട്ടെ ഹീറോയെ ഒന്നും ചെയ്യാതെ പറന്നകലുകയും ചെയ്യുന്നു. തിരിച്ച് വീട്ടിലെത്തിയ ഹിക്കപ്പിനോട് അവന്റെ അച്ഛൻ ഡ്രാഗണുകളുടെ കൂട് തകർക്കാൻ പോകുന്നതിനെ പറ്റി സംസാരിക്കുകയും അവനോട് സേഫ് ആയിട്ട് ഇരുന്നു കൊള്ളണം എന്നെല്ലാം പറഞ്ഞ് യാത്ര ചോദിക്കുകയും ചെയ്യുന്നു. അത് മാത്രമല്ല ഗോബറിന്റെ ആവശ്യപ്രകാരം നമ്മുടെ ഹിക്കപ്പിനെ ഡ്രാഗണിനെ കൊല്ലുന്ന ട്രെയിനിങ്ങിന് ചേർക്കുകയും ചെയ്യുന്നു. പിറ്റേ ദിവസം തന്നെ ഭാവിയിലെ യോദ്ധാക്കന്മാർക്ക് വേണ്ടിയുള്ള ഡ്രാഗൺ ഹണ്ടിങ് ട്രെയിനിങ് ആരംഭിച്ചു. ഗോബറാണ് ഇവിടുത്തെ ട്രെയിനർ. കുട്ടികൾക്ക് പരിശീലനം കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് വിവിധ ഇനം ഡ്രാഗണുകളെ ഇവിടെ കൂട്ടിൽ സൂക്ഷിച്ചിട്ടുണ്ട്. ഇതുവരെ ഡ്രാഗണുകളെ നേർക്കുനേർ ഫേസ് ചെയ്തിട്ടില്ലാത്ത കുട്ടികളുടെ മുന്നിലേക്ക് ഗോബർ ആ കൂട്ടത്തിൽ ഒരു ഡ്രാഗണിനെ തുറന്നുവിടുന്നു. ഇത് ഈ കുട്ടികളുടെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഡ്രാഗണിനെ ചെറുത്ത് നിൽക്കുക എന്നത് ഇവരെ സംബന്ധിച്ചിടത്തോളം കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പേടിത്തൊണ്ടനായ നമ്മുടെ ഹിക്കപ്പിനെയാണ് ഇത് കൂടുതൽ ബാധിച്ചത്. ഡ്രാഗണിന്റെ വായിലകപ്പെടേണ്ടിയിരുന്ന ഹിക്കപ്പിനെ ഗോബർ രക്ഷിക്കുകയും ആ ഡ്രാഗണിനെ തിരിച്ചു കൂട്ടിലടയ്ക്കുകയും ചെയ്യുന്നു. ഡ്രാഗണുകൾ ലക്ഷ്യം വെക്കുന്ന ഇരയെ അവരൊരിക്കലും വെറുതെ വിടില്ല. അതുകൊണ്ട് തന്നെ അവയെ ചെറുത്ത് നിൽക്കേണ്ടത് അത്യാവശ്യമാണെന്ന് ഗോബർ നമ്മുടെ ഹിക്കപ്പിനെ ഉപദേശിക്കുന്നു. ഇത് കേട്ടതും നമ്മുടെ ഹിക്കപ്പിന് ഒരു ഡൗട്ട്. പിന്നെ എന്തുകൊണ്ട് നൈറ്റ് ഫ്യൂരി ഇവനെ കൊല്ലാതെ വെറുതെ വിട്ടു? ഈ സംശയത്തിന്റെ ചൂടാറുന്നതിന് മുന്നേ തന്നെ ഹിക്കപ്പ് നൈറ്റ് ഫ്യൂരിയെ പിടിച്ച് അതേ സ്ഥലത്ത് ഒന്നുകൂടി ചെല്ലുന്നു. നൈറ്റ് ഫ്യൂരി അവിടെ നിന്നും പോയിട്ടുണ്ടായിരുന്നില്ല. അതിന് ഉയരത്തിൽ പറക്കാൻ സാധിക്കുന്നില്ലായിരുന്നു. ഹിക്കപ്പ് ഒളിഞ്ഞിരുന്ന് അതിന്റെ ഡയഗ്രാം വരയ്ക്കുന്നു. അപ്പോഴാണ് അതിന്റെ വാലിലെ ചിറക് ഒടിഞ്ഞിരിക്കുന്നത് അവന്റെ ശ്രദ്ധയിൽപ്പെട്ടത്. ഇത് കണ്ടതും നമ്മുടെ ഹിക്കപ്പിനാകെ സങ്കടമായി. അവൻ കാരണമാണല്ലോ അതിനിങ്ങനെ സംഭവിച്ചത്. ഇവൻ ഈ ഡ്രാഗണിനെ ഇങ്ങനെ സിമ്പതിയോടെ നോക്കിക്കൊണ്ടിരിക്കവേ ആ ഡ്രാഗണും നമ്മുടെ ഹിക്കപ്പിനെ കാണുന്നു. നൈറ്റ് ഫ്യൂരി ആണെങ്കിൽ ഹീറോയെ ഒന്ന് നോക്കി പേടിപ്പിക്കുന്നു. ഇത് കണ്ടതും നമ്മുടെ ഹീറോ ഉടൻ തന്നെ അവിടെ നിന്നും രക്ഷപ്പെടുന്നു. തിരിച്ച് വീട്ടിലെത്തിയ ഹിക്കപ്പ് ഡ്രാഗണുകളുടെ ഡീറ്റെയിൽസ് അടങ്ങുന്ന ഒരു ബുക്ക് ചെക്ക് ചെയ്യുന്നു. ഈ ബുക്കിൽ വിവിധ ഇനം ഡ്രാഗണുകളുടെ പേരും ഡീറ്റെയിൽസും ചിത്രങ്ങളും എല്ലാം ഓരോ പേജിലായി രേഖപ്പെടുത്തിയിരിക്കുന്നു.
അവൻ ഓരോ പേജുകളും ക്യൂരിയോസിറ്റിയോടെ മറിക്കുന്നു. അവസാനം നൈറ്റ് ഫ്യൂരിയുടെ പേജിലേക്ക് എത്തുന്നു. എന്നാൽ ആ പേജിൽ നൈറ്റ് ഫ്യൂരിയെ കുറിച്ചുള്ള യാതൊരു ഡീറ്റെയിൽസും ഉണ്ടായിരുന്നില്ല. നൈറ്റ് ഫ്യൂരിയുടെ ചിത്രങ്ങളോ സവിശേഷതകളോ യാതൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം ഇതിനു മുമ്പ് ഇതുവരെ ആരും നൈറ്റ് ഫ്യൂരിയെ കണ്ടിട്ടുമില്ല, പിടിച്ചിട്ടുമില്ല. ആകെ കൂടെയുള്ളത് എക്സ്ട്രീംലി ഡേഞ്ചറസ് എന്നൊരൊറ്റ വാക്കാണ്. ഇവിടെ ഹീറോയുടെ അച്ഛനും കൂട്ടരും ഡ്രാഗണിന്റെ കൂടെ അന്വേഷിച്ച് നടക്കുകയാണ്. ഡ്രാഗൺ ഹണ്ടിങ് ട്രെയിനിങ്ങിന്റെ അടുത്ത ഡേ വന്നെത്തിയിരിക്കുകയാണ്. എല്ലാ തവണത്തെയും പോലെ ഹിക്കപ്പ് ഇത്തവണയും പ്രോബ്ലംസ് ക്രിയേറ്റ് ചെയ്യുന്നു. എന്നാൽ നമ്മുടെ ആസ്റ്റഡ് ആകട്ടെ ഇത്തവണ നല്ലൊരു പ്രകടനം തന്നെ കാഴ്ചവെക്കുന്നു. അത് മാത്രമല്ല കാര്യത്തിന്റെ സീരിയസ്നെസ് മനസ്സിലാക്കണമെന്ന് പറഞ്ഞ് നമ്മുടെ ഹിക്കപ്പിനെ ആസ്റ്റഡ് വഴക്ക് പറയുകയും ചെയ്യുന്നു. എന്തായാലും ഇവിടുത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞതും നമ്മുടെ ഹിക്കപ്പ് നേരെ ചെന്നത് നൈറ്റ് ഫ്യൂരിയുടെ അടുത്തേക്കായിരുന്നു. ഇത്തവണ പക്ഷേ അവൻ വെറും കൈയോടെ ആയിരുന്നില്ല നൈറ്റ് ഫ്യൂരിയെ സമീപിച്ചത്. വിശന്ന് വലഞ്ഞിരിക്കുന്ന നൈറ്റ് ഫ്യൂരിക്ക് നൽകാനായിട്ട് അവന്റെ കയ്യിലൊരു വലിയ മീനുണ്ടായിരുന്നു. ആ മീൻ ഭക്ഷിക്കുന്നതിനായി ആ ഡ്രാഗൺ അവന്റെ അടുത്തേക്ക് വരുന്നു. എന്നാൽ അപ്പോഴാണ് അവന്റെ കൈവശമുണ്ടായിരുന്ന കത്തി ആ ഡ്രാഗണിന്റെ കണ്ണിൽപ്പെട്ടത്. അത് കണ്ടതും ആ ഡ്രാഗൺ വിരണ്ട് പിന്നോട്ട് മാറുന്നു. ഇവര് തമ്മിൽ അടുക്കുന്നതിന് ഈ കത്തി ഒരു തടസ്സമാണെന്ന് മനസ്സിലാക്കിയ ഹിക്കപ്പ് അത് ഒരു ദൂരേക്ക് വലിച്ചെറിയുന്നു. ശേഷം ഡ്രാഗണിന് നേരെ അതിന്റെ ഭക്ഷണം നീട്ടുന്നു. അപ്പോഴാണ് ഹിക്കപ്പ് ഒരു കാര്യം ശ്രദ്ധിച്ചത്. ഈ ഡ്രാഗണിന്റെ വായില് പല്ലുകൾ ഉണ്ടായിരുന്നില്ല. നിനക്ക് പല്ലുകളില്ലേ എന്ന് ചോദിച്ചതും അത് അവന്റെ കയ്യിലുണ്ടായിരുന്ന മീൻ കടിച്ചെടുത്തുകൊണ്ട് പോകുന്നു. അത് മാത്രമല്ല കറക്റ്റായിട്ട് കടിക്കാൻ നേരം പല്ലുകൾ താഴേക്ക് ഇറങ്ങി വരികയും ചെയ്യുന്നു. ഈ പ്രതിഭാസം കണ്ടതുകൊണ്ട് തന്നെ നമ്മുടെ ഹിക്കപ്പ് അവനൊരു പേരിട്ടു, ടൂത്ത്ലെസ്. ടൂത്ത്ലെസ് നമ്മുടെ ഹിക്കപ്പിന്റെ കയ്യിൽ ഇനിയും മീനുകളുണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നു. അത് മാത്രമല്ല അവൻ ഭക്ഷിച്ച മീനിന്റെ പകുതി ഹിക്കപ്പിന് കഴിക്കാൻ കൊടുക്കുകയും ചെയ്യുന്നു. വളരെ കഷ്ടപ്പെട്ട് നമ്മുടെ ഹിക്കപ്പും അതിൽ നിന്നും ഒരു ഭാഗം ഭക്ഷിക്കുന്നു. ശേഷം അവൻ ആ ഡ്രാഗണിനെ ചിരിച്ചു കാണിക്കുന്നു. ഇത് കണ്ടതും ആ ഡ്രാഗണും അതുപോലെ ഇമിറ്റേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നു. ഹിക്കപ്പ് ടൂത്ത്ലെസ്സുമായി കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇവര് നല്ല ഫ്രണ്ട്സായി മാറുന്നു. മാത്രമല്ല അവൻ ടൂത്ത്ലെസ്സിനെ അതിന്റെ സമ്മതത്തോടു കൂടെ തന്നെ ടച്ച് ചെയ്യുകയും ചെയ്യുന്നു. അന്ന് രാത്രി നമ്മുടെ ഈ ഗോബർ ആണെങ്കിൽ പിള്ളേർക്ക് ഡ്രാഗണിനെ കൊല്ലുന്ന ടിപ്സ് ഒക്കെ പറഞ്ഞു കൊടുത്തോണ്ടിരിക്കുകയാണ്. എന്നാൽ ഈ സമയം നമ്മുടെ ഹിക്കപ്പ് അവിടെ നിന്നും മുങ്ങുന്നു. ശേഷം ടൂത്ത്ലെസ്സിന്റെ വാലിൽ ഫിറ്റ് ചെയ്യാൻ പറ്റിയ ഒരു ചിറക് കഷ്ടപ്പെട്ട് നിർമ്മിച്ചെടുക്കുന്നു. പിറ്റേ ദിവസം തന്നെ നമ്മുടെ ഹിക്കപ്പ് ആ ആർട്ടിഫിഷ്യൽ ചിറകുമായിട്ട് നമ്മുടെ ടൂത്ത്ലെസ്സിനെ സമീപിക്കുന്നു. ഇത്തവണ ടൂത്ത്ലെസ്സിനെ നൽകാൻ അവന്റെ കയ്യിൽ ധാരാളം മീനുകൾ ഉണ്ടായിരുന്നു. ഈ കൂട്ടത്തിലുണ്ടായിരുന്ന പാമ്പ് പോലൊരു തരം മീനെ കണ്ടതും നമ്മുടെ ഈ ഡ്രാഗൺ പേടിച്ച് മാറി നിൽക്കുകയാണ്. ഇത് മനസ്സിലാക്കിയ നമ്മുടെ ഹിക്കപ്പ് അതിനെ എടുത്ത് ദൂരെ എറിഞ്ഞതിന് ശേഷം മാത്രമാണ് അത് അതിന്റെ ഫുഡ് കഴിക്കാൻ ആരംഭിച്ചത്. ടൂത്ത്ലെസ്സിന്റെ ശ്രദ്ധ മുഴുവനായും ഫുഡിലാണെന്ന് ഉറപ്പുവരുത്തിയ ശേഷം ഹിക്കപ്പ് അവൻ നിർമ്മിച്ചുകൊണ്ടുവന്ന ആ ചിറകെടുത്ത് അതിന്റെ വാലിൽ കഷ്ടപ്പെട്ട് ഫിറ്റ് ചെയ്യുന്നു. വാലിൽ എന്തോ ഒരു ഡിഫറൻസ് ഫീൽ ചെയ്തതും ടൂത്ത്ലെസ് പതിയെ മുകളിലേക്ക് പറന്നുയരുന്നു. ഇത്തവണ പക്ഷെ അത് താഴേക്ക് വീണില്ല. കാരണം അതിന്റെ വാലില് നമ്മുടെ ഹിക്കപ്പ് ഇരിപ്പുണ്ട്. അത് മാത്രമല്ല അതിന് പറക്കാൻ പാകത്തിന് അവൻ അതിന്റെ ചിറകിനെ വിടർത്തി കൊടുക്കുന്നുമുണ്ട്. കുറച്ചങ്ങ് പറന്നു കഴിഞ്ഞപ്പോഴേക്കും എന്തോ ഒരു ഡൗട്ട് തോന്നിട്ട് തിരിഞ്ഞു നോക്കിയപ്പോൾ ദേ തന്റെ വാലിൽ ഹിക്കപ്പ് ഇരിക്കുന്നു. അത് ഉടനെ തന്നെ ഹിക്കപ്പിനെ കുടഞ്ഞ് വെള്ളത്തിലേക്ക് ഇടുന്നു. പക്ഷെ അപ്പോഴേക്കും അതിന്റെ ബാലൻസും നഷ്ടപ്പെടുന്നു. അതുകൊണ്ട് തന്നെ ടൂത്ത്ലെസ്സും ഹിക്കപ്പിന്റെ പുറകെ വെള്ളത്തിലേക്ക് തന്നെ വീഴുന്നു. നെക്സ്റ്റ് മോർണിംഗിലെ ട്രെയിനിങ് ആരംഭിച്ചിരിക്കുകയാണ്. ഇന്ന് ഇവർക്ക് നേരിടേണ്ടത് 2 തലയുള്ളൊരു പ്രത്യേകതരം ഡ്രാഗണിനെയാണ്. ഇത്തവണ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് നമ്മുടെ ഹീറോ ഹിക്കപ്പാണ് താരമാകുന്നത്. കാരണം മറ്റൊന്നുമല്ല, നമ്മുടെ ടൂത്ത്ലെസ് കണ്ടു പായുന്ന പാമ്പ് പോലൊരു തരം മീനുണ്ടായിരുന്നില്ലേ, ആ സെയിം സാധനത്തിന് ഇവിടെ കൊണ്ടുവന്ന് ഈ ഡ്രാഗണിനെ കാണിച്ച് പേടിപ്പിച്ച് തിരിച്ചതിനെ കൂട്ടിൽ കയറ്റുകയാണ് അവൻ. ടൂത്ത്ലെസ്സുമായിട്ട് കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്നത് വഴി ഡ്രാഗണുകളുടെ ഒട്ടുമിക്ക വീക്ക്നെസ്സും നമ്മുടെ ഹിക്കപ്പ് മനസ്സിലാക്കിയെടുക്കുന്നു. അവർക്ക് ദേ ഈ പുല്ല് വളരെ ഇഷ്ടമാണ്. അതുപോലെ അതിന്റെ കഴുത്തിന്റെ അവിടെയായിട്ട് ജസ്റ്റ് ഒന്ന് ചൊറിഞ്ഞു കൊടുക്കുകയാണെങ്കിൽ അതപ്പോൾ തന്നെ അവിടെ ഉറങ്ങി വീഴുകയും ചെയ്യും. ഈ ടെക്നിക്കുകളൊക്കെ യൂസ് ചെയ്ത് ഹിക്കപ്പ് ട്രെയിനിങ്ങിന്റെ ടൈമിൽ ഓരോ ഡ്രാഗൺസിനെയും കീഴ്പ്പെടുത്തുന്നു. അധികം താമസിക്കാതെ നമ്മുടെ ഹിക്കപ്പിനും ആ നാട്ടിൽ നിറയെ ഫാൻസ് ഉണ്ടാകുന്നു. എന്നാൽ ആസ്റ്റഡിന് ഇതൊന്നും അത്ര പിടിക്കുന്നുണ്ടായിരുന്നില്ല. കാരണം അതുവരെ അവളായിരുന്നു അവിടുത്തെ താരം. ഡ്രാഗൺസിന്റെ കൂട് തേടി പുറപ്പെട്ട ഹിക്കപ്പിന്റെ അച്ഛനും കൂട്ടാളികളും തോൽവി ഏറ്റുവാങ്ങി തിരിച്ചു വരുന്നു. സങ്കടത്തോടെയാണ് തിരിച്ചു വന്നതെങ്കിലും ഹിക്കപ്പിന്റെ കഥകൾ കേട്ടതും അച്ഛൻ ഒരുപാട് സന്തോഷമായി. പക്ഷേ നമ്മുടെ ഹിക്കപ്പ് ആകട്ടെ ഡ്രാഗണിനെ സഹായിക്കുന്ന തിരക്കിലായിരുന്നു. ഡ്രാഗണിന്റെ വാലിലെ ചിറക് മോഡിഫൈ ചെയ്തെടുക്കുന്നു. കൂടാതെ ഡ്രാഗണിന്റെ മുകളിൽ ഇരിക്കാനൊരു സെറ്റപ്പ്, അവിടെ നിന്ന് താഴെ പോകാതിരിക്കാനൊരു സെറ്റപ്പ്, അതും പോരാഞ്ഞിട്ട് വാല് കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് മറ്റൊരു സെറ്റപ്പ്. പലതവണ വീണെങ്കിലും അവൻ അവസാനം ആ ഡ്രാഗണിനെ പറപ്പിക്കുക തന്നെ ചെയ്തു. പക്ഷേ അതിനൊറ്റയ്ക്ക് പറക്കാനാവതുണ്ടായിരുന്നില്ല. അതിനെ പറപ്പിക്കാൻ ഹിക്കപ്പ് തന്നെ വേണ്ടിയിരുന്നു. എന്തായാലും ഇവർ ഒന്നിച്ചു പറന്ന് വിജനമായ ഒരു സ്ഥലത്ത് ടൈം സ്പെൻഡ് ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് മറ്റു ചില ഡ്രാഗണുകളെ നമ്മുടെ ഹിക്കപ്പ് പരിചയപ്പെടുന്നത്. അവർക്ക് കഴിക്കാൻ ഭക്ഷണം കൊടുത്തതും ഇവന്റെ അടുത്ത് അവർ വളരെ ക്ലോസ് ആവുന്നു. ഡ്രാഗണുകൾ പൊതുവെ പാവങ്ങളാണെന്നും അതുപോലെ ഇവയെ ഇങ്ങനെ ഭയക്കേണ്ട കാര്യമില്ല എന്ന യാഥാർത്ഥ്യം നമ്മുടെ ഹിക്കപ്പിന് മനസ്സിലാകുന്നു. തിരിച്ച് വീട്ടിലെത്തിയ ഹിക്കപ്പിനെ അവന്റെ അച്ഛൻ ഒരുപാട് നല്ല വാക്കുകൾ കൊണ്ട് പുകഴ്ത്തുകയും അവന് സമ്മാനം നൽകുകയും ചെയ്യുന്നു. കാരണം അവനാണല്ലോ ഇപ്പൊ ഇവിടുത്തെ താരം.
അവൻ ആക്ച്വലി ടൂത്ത്ലെസ്സിനെ പറ്റി പറയുന്നതിന് വേണ്ടിയിട്ടാണ് അവൻ്റെ അച്ഛൻ്റെ അടുത്തെത്തിയത്. എന്നാൽ അത് അവനെ കൊണ്ട് സാധിക്കുന്നില്ല. ഇന്നാണ് ട്രെയിനിങ്ങിന്റെ അവസാന ദിവസം. ഇന്ന് വിജയിക്കുന്ന ആളായിരിക്കും അവിടുത്തെ ഏറ്റവും ഭീകരനായിട്ടുള്ള ഫയർ ഡ്രാഗണിനെ കൊല്ലേണ്ടയാൾ. എല്ലാ തവണത്തെയും പോലെ ഇത്തവണയും നമ്മുടെ ഹിക്കപ്പ് തന്നെ ഡ്രാഗണിനെ കീഴ്പ്പെടുത്തി വിജയം കൈവരിക്കുന്നു. എന്നാൽ വിജയിച്ചയാള് അടുത്ത ഡ്രാഗണിനെ കൊല്ലണമെന്നറിഞ്ഞപ്പോഴേക്കും അവൻ ആകപ്പാടെ ടെൻഷനായി. ഡ്രാഗണുകളെ എങ്ങനെയും ഫ്രണ്ട്സ് ആക്കാൻ നോക്കുന്ന ഇവനെ കൊണ്ട് ഒരു ഡ്രാഗണിനെ കൊല്ലാനൊന്നും സാധിക്കുകയില്ല. ഇവിടെ നിന്നും ഒളിച്ചോടാമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവൻ ഉടനെ തന്നെ ടൂത്ത്ലെസ്സിന്റെ അടുത്തേക്ക് ചെല്ലുന്നു. എന്നാൽ അവിടെ ടൂത്ത്ലെസ് ഉണ്ടായിരുന്നില്ല, പകരം ആസ്ട്രിഡ് ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. നീ എന്തോ കള്ളത്തരം കാണിക്കുമല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവൾ അവനോട് ഫൈറ്റ് ചെയ്യുന്നു. പക്ഷെ നമ്മുടെ ഹിക്കപ്പിനെ തൊട്ട അത് ചോദിക്കാൻ ആള് വരും, നമ്മുടെ ടൂത്ത്ലെസ് അവളെ ആക്രമിക്കാൻ ചെന്നപ്പോഴേക്കും ഇത് നമ്മുടെ ഫ്രണ്ടാണ്, അവളെ ഒന്നും ചെയ്യരുതെന്നൊക്കെ പറഞ്ഞ് ഹിക്കപ്പ് ടൂത്ത്ലെസ്സിനെ തടയുന്നു. ഇതുവരെ കണ്ടിട്ടില്ലാത്തൊരു തരം ഡ്രാഗണിനെ കണ്ടപ്പോഴേക്കും നമ്മുടെ ആസ്ട്രിഡ് നന്നായിട്ട് പേടിക്കുന്നു. അവൾ ഉടനെ തന്നെ അവിടെ നിന്നും ജീവനം കൊണ്ട് രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണ്. എന്നാൽ അപ്പോഴേക്കും ഹിക്കപ്പും ടൂത്ത്ലെസ്സും കൂടെ ആസ്ട്രിഡിനെയും കൊണ്ട് മുകളിലേക്ക് പറക്കുന്നു. എന്നാൽ ടൂത്ത്ലെസ്സിന് അവളെ തീരെ പിടിച്ചിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ പറക്കുന്നതിന്റെ ഇടയിൽ അവിടെ ഇവിടെയും കൊണ്ട് ഇടിപ്പിക്കുക, വെള്ളത്തിൽ മുക്കുക എന്നിങ്ങനെയുള്ള ഓരോ കാട്ടായങ്ങൾ അവൻ കാണിച്ചുകൊണ്ടേയിരുന്നു. എന്നാൽ പതിയെ ഹിക്കപ്പിന്റെ സഹായത്തോടു കൂടി തന്നെ അവൻ ശാന്തമാകുന്നു. രണ്ടുപേരെയും കൊണ്ട് അതിമനോഹരമായ സ്ഥലങ്ങളിലൂടെ നമ്മുടെ ടൂത്ത്ലെസ് പറന്നകലുന്നു. മനോഹരമായ കാഴ്ചകളും അവരുടെ ഗ്രാമവും ഒക്കെ ഇങ്ങനെ ആകാശത്തിരുന്ന് കാണുക എന്ന് പറയുന്നത് നമ്മുടെ ആസ്ട്രിഡിന് പുതിയൊരു അനുഭവമായിരുന്നു. അത് അവളെ ഏറെ സന്തോഷപ്പെടുത്തി. ടൂത്ത്ലെസ് ഇവരെ ഡ്രാഗണുകളുടെ കൂടിരിക്കുന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നു. അതൊരു വലിയ ഗുഹയായിരുന്നു. അവിടെ കുറെ അധികം ഡ്രാഗണുകൾ ഉണ്ടായിരുന്നു. അവയുടെ എല്ലാം കൈവശം കഴിക്കാനുള്ള ഫുഡും ഉണ്ടായിരുന്നു. പക്ഷെ അവയൊന്നും അത് ഭക്ഷിക്കുന്നുണ്ടായിരുന്നില്ല. പകരം അതെല്ലാം അവിടെയുള്ളൊരു വലിയ മോൺസ്റ്റർ ഡ്രാഗണിന് ഇട്ട് കൊടുക്കുകയാണ് അവർ ചെയ്തത്. അവരെ ആ മോൺസ്റ്റർ ഡ്രാഗൺ കണ്ടെങ്കിലും അവരൊരു തരത്തിൽ അവിടെ നിന്നും രക്ഷപ്പെട്ടു പോരുന്നു. ആസ്ട്രിഡിന് കാര്യങ്ങളൊക്കെ മനസ്സിലായെങ്കിലും ഡ്രാഗൺസിനെ ഫ്രണ്ട്സ് ആക്കാൻ നമ്മുടെ നാട്ടുകാര്, പ്രത്യേകിച്ച് നിന്റെ അച്ഛൻ ഒരിക്കലും സമ്മതിക്കില്ല എന്ന യാഥാർത്ഥ്യം അവൾ അവനെ പറഞ്ഞ് മനസ്സിലാക്കുന്നു. പോരാത്തതിന് ട്രെയിനിങ്ങിന്റെ ഭാഗമായിട്ട് നാളെ നിനക്കൊരു ഡ്രാഗണിനെ കൊല്ലേണ്ടതും കൂടെയാണെന്ന് അവൾ അവനെ ഓർമ്മിപ്പിക്കുന്നു. അങ്ങനെ ആ ദിവസം വന്നെത്തിയിരിക്കുന്നു. ഹിക്കപ്പിന്റെ മുന്നിലേക്ക് തീ തുപ്പുന്ന ഫയർ ഡ്രാഗണിനെ തുറന്നുവിടുന്നു. ഹിക്കപ്പിന്റെ അച്ഛൻ ഉൾപ്പെടെയുള്ള കാഴ്ചക്കാരെല്ലാം ഇമ വെട്ടാതെ നോക്കി നിൽക്കവേ നമ്മുടെ ഹിക്കപ്പ് അവന്റെ കയ്യിലുള്ള ആയുധങ്ങളെല്ലാം താഴെ വെച്ച് ആ ഡ്രാഗണിനെ പതിയെ മെരുക്കിയെടുക്കാൻ ശ്രമിക്കുകയും അതിനെ ടച്ച് ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. എന്നാൽ അപ്പോഴേക്കും ഇതൊന്നും നടക്കുന്ന കാര്യമല്ല, നീ എന്ത് കാണിക്കുവാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവന്റെ അച്ഛൻ ബഹളം വെക്കുന്നു. ഇത് കേട്ടതും ആ ഡ്രാഗൺ വയലന്റ് ആകുന്നു. അത് എല്ലാവരുടെ മേലെയും തീ തുപ്പാൻ ആരംഭിച്ചു. അത് മാത്രമല്ല ഹിക്കപ്പ് അതിനുള്ളിൽ പെട്ടുപോവുകയും ചെയ്യുന്നു. അവന്റെ അച്ഛനും മാസ്റ്ററും അവന്റെ രക്ഷയ്ക്കെത്തുകയും ചെയ്യുന്നു. നമ്മുടെ ഹിക്കപ്പ് അപകടത്തിൽപ്പെട്ടെന്ന് ടൂത്ത്ലെസ്സിന് മനസ്സിലാകുന്നു. ഒട്ടും സമയം കളയാതെ തന്നെ ടൂത്ത്ലെസ് വളരെ കഷ്ടപ്പെട്ട് ഈ കൂട്ടിലേക്ക് എത്തുന്നു. ആ മോൺസ്റ്റർ ഡ്രാഗണിൽ നിന്നും നമ്മുടെ ഹിക്കപ്പിനെ രക്ഷിക്കുകയും ചെയ്യുന്നു. പക്ഷേ അപ്പോഴേക്കും നാട്ടുകാരെല്ലാവരും കൂടെ ടൂത്ത്ലെസ്സിനെ പിടിച്ചു കെട്ടുന്നു. നമ്മുടെ ഹിക്കപ്പ് ആണെങ്കിൽ തടയാൻ നോക്കിയെങ്കിലും അത് നടന്നില്ല. ഹിക്കപ്പ് അവന്റെ അച്ഛനോട് ടൂത്ത്ലെസ് എന്റെ ഫ്രണ്ടാണ്, ഡ്രാഗൺസ് ഒക്കെ പൊതുവെ പാവങ്ങളാണ്, അവനെ വെറുതെ വിടണം എന്നെല്ലാം പറഞ്ഞ് അപേക്ഷിക്കുന്നു. ഡ്രാഗൺസ് നമ്മുടെ ശത്രുക്കളാണ്, അവരെ ഒരിക്കലും ഫ്രണ്ട്സ് ആയിട്ട് കാണരുത് എന്നെല്ലാം പറഞ്ഞ് അവന്റെ അച്ഛൻ അവനെ വഴക്ക് പറയുന്നു. എന്തായാലും ഈ ആർഗ്യുമെന്റ്സിന്റെ ഇടയിൽ ഡ്രാഗൺസിന്റെ കൂടിരിക്കുന്നതിനെ പറ്റി ഹിക്കപ്പ് അറിയാതെ പറഞ്ഞു പോകുന്നു. ഡ്രാഗൺസിന്റെ കൂടിനെ പറ്റി ഹിക്കപ്പിന് അറിയാമെന്ന് മനസ്സിലായതും അവന്റെ അച്ഛൻ അവനെ ഒരുപാട് വഴക്ക് പറയുന്നു. അവനറിയില്ല അവനെ ടൂത്ത്ലെസ് കൂട്ടിക്കൊണ്ടു പോയതാണെന്നൊക്കെ പറഞ്ഞ് അവൻ അവിടെ നിന്നും തടി തപ്പുന്നു. ടൂത്ത്ലെസ്സിന് ഡ്രാഗൺസിന്റെ കൂട്ടിലേക്കുള്ള വഴി അറിയാമെന്ന് മനസ്സിലാക്കിയതും ഹിക്കപ്പിന്റെ അച്ഛനും ബാക്കിയുള്ള നാട്ടുകാരും ഒക്കെ കൂടെ ടൂത്ത്ലെസ്സിനെ പിടിച്ചൊരു ബോട്ടിൽ കെട്ടിയിട്ടിട്ട് വീണ്ടും ഡ്രാഗൺസിന്റെ കൂട് തപ്പി ഇറങ്ങുന്നു. ഹിക്കപ്പിന് ആകെ സങ്കടമായി. ഈ പ്രോബ്ലം എങ്ങനെ സോൾവ് ചെയ്യണമെന്നറിയാതെ പകച്ചു നിൽക്കുകയാണ് ആസ്ട്രിഡും ഹിക്കപ്പും. ഹിക്കപ്പിനൊരു ഐഡിയ തോന്നി. അവനുടനെ തന്നെ ട്രെയിനിങ്ങിന് വേണ്ടി പൂട്ടിയിട്ടിരുന്ന ഡ്രാഗൺസിനെ എല്ലാം മെരുക്കിയെടുത്ത് അവന്റെ ഫ്രണ്ട്സുമായിട്ട് കമ്പനിയാക്കുന്നു. ഇവിടെ ടൂത്ത്ലെസ്സിന്റെ സഹായത്തോടെ അച്ഛനും നാട്ടുകാരും ഡ്രാഗൺസിന്റെ കൂട് കണ്ടെത്തുന്നു. അവിടെ ഉണ്ടായിരുന്ന ഡ്രാഗണുകളൊക്കെ തിങ്ങിപ്പാർക്കുന്ന ഒരു ഗുഹയിലേക്ക് അവരൊരു തീഗോളം നിക്ഷേപിക്കുന്നു. അപ്പോഴേക്കും അതിലുണ്ടായിരുന്ന കുറെ അധികം ഡ്രാഗണുകളും ആ കൂട്ടിൽ നിന്നും പുറത്തേക്ക് പൊങ്ങി പറക്കാൻ ആരംഭിച്ചു. ഓരോരോ ഡ്രാഗണിനെയായിട്ട് നാട്ടുകാർ വകവരുത്തുകയും ചെയ്യുന്നു. പ്രോബ്ലംസ് ഒക്കെ സോൾവ് ആയി ഇവർ വിജയിച്ചു എന്ന് ഓർത്തിരുന്നപ്പോഴാണ് ആ ഗുഹയ്ക്കുള്ളിൽ നിന്നും ഒരു ഭീമാകാരൻ ഡ്രാഗൺ പുറത്തു വരുന്നത്. ആ ഡ്രാഗണിന്റെ വലിപ്പം കണ്ടപ്പോഴേക്കും ഇത് ഇവരുടെ കയ്യിൽ നിൽക്കില്ല എന്ന യാഥാർത്ഥ്യം ഇവർക്കെല്ലാവർക്കും മനസ്സിലാകുന്നു. ആ ഡ്രാഗൺ അവിടെ വെള്ളം നശിപ്പിക്കാൻ തുടങ്ങി. അത് മാത്രമല്ല അവിടെ മൊത്തം തീ തുപ്പുകയും ചെയ്യുന്നു. അപ്പോഴേക്കും ഹിക്കപ്പും കൂട്ടാളികളും ഡ്രാഗൺസ് മൊത്തം അങ്ങോട്ടേക്ക് എത്തുന്നു. ഹിക്കപ്പിന്റെ ആവശ്യപ്രകാരം അവന്റെ ഫ്രണ്ട്സ് ആ വലിയ ഡ്രാഗണിന്റെ ശ്രദ്ധ തെറ്റിക്കുന്നു. ഈ ടൈമില് ഹിക്കപ്പ് പൂട്ടിയിട്ടിരിക്കുന്ന ടൂത്ത്ലെസ്സിന്റെ അടുത്തെത്തുകയും അവനെ സ്വതന്ത്രനാക്കാൻ
രക്ഷപ്പെടാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. പക്ഷെ അപ്പോഴേക്കും ആ വലിയ ഡ്രാഗൺ അതിന്റെ വാലൊന്ന് വീശിയടിക്കുന്നത് മൂലം ടൂത്ത്ലെസ് ഇരിക്കുന്ന ബോട്ടും ടൂത്ത്ലെസ്സും ഹിക്കപ്പും എല്ലാം വെള്ളത്തിനടിയിലേക്ക് വീഴുന്നു. വെള്ളത്തിലേക്ക് വീണെങ്കിലും ടൂത്ത്ലെസ്സിനെ സ്വതന്ത്രനാക്കാനുള്ള ശ്രമം ഹിക്കപ്പ് ഉപേക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ വെള്ളത്തിനടിയിൽ അധിക നേരം പിടിച്ചു നിൽക്കാൻ ഹിക്കപ്പിനെ കൊണ്ട് സാധിച്ചില്ല. അവന്റെ ബോധം നഷ്ടപ്പെടുന്നു. കറക്റ്റ് ആയിട്ട് ഈ ടൈമിൽ അവന്റെ അച്ഛൻ അവനെ രക്ഷിക്കുന്നു. അത് മാത്രമല്ല ടൂത്ത്ലെസ്സിന് ഇവരെ സഹായിക്കാൻ കഴിയുമെന്ന വിശ്വാസത്തിൽ ടൂത്ത്ലെസ്സിനെയും സ്വതന്ത്രനാക്കുന്നു. ഹിക്കപ്പും ടൂത്ത്ലെസ്സും ചേർന്ന് ആ വലിയ ഡ്രാഗണിനെ ആക്രമിക്കാൻ ആരംഭിച്ചു. ടൂത്ത്ലെസ്സിന്റെ സ്പീഡിനെ തോൽപ്പിക്കാൻ ആ വലിയ ഡ്രാഗണിനെ കൊണ്ട് സാധിക്കുന്നുണ്ടായിരുന്നില്ല. പക്ഷേ എങ്കിലും ആ വലിയ ഡ്രാഗണിനെ തോൽപ്പിക്കുക എന്നത് ടൂത്ത്ലെസ്സിനെ സംബന്ധിച്ചിടത്തോളം കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയായിരുന്നു. ആ വലിയ ഡ്രാഗണിന്റെ ആക്രമണത്താൽ ടൂത്ത്ലെസ്സിന്റെ വാലിലുണ്ടായിരുന്ന നമ്മുടെ ഹിക്കപ്പ് ഫിറ്റ് ചെയ്ത ആർട്ടിഫിഷ്യൽ ചിറകിന് തീ പിടിക്കുന്നു. ആ വലിയ ഡ്രാഗൺ തീ തുപ്പുന്നതിനായി വാ തുറന്നതും നമ്മുടെ ടൂത്ത്ലെസ് അതിന്റെ വായിലേക്ക് തീ തുപ്പുന്നു. ആ അറ്റാക്ക് എന്തായാലും ഫലം ചെയ്തു. ആ വലിയ ഡ്രാഗൺ ഉടൻ തന്നെ നിലം പതിക്കുകയും ഒരു വൻ സ്ഫോടനം തന്നെ അവിടെ നടക്കുകയും ചെയ്യുന്നു. പക്ഷെ ഈ സമയം കൊണ്ട് ടൂത്ത്ലെസ്സിന്റെ വാലിലെ ആ ആർട്ടിഫിഷ്യൽ ചിറക് പൂർണ്ണമായും കത്തി നശിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ടൂത്ത്ലെസ്സിന്റെ ബാലൻസ് നഷ്ടപ്പെടുകയും നമ്മുടെ ഹിക്കപ്പും അതിന് പിന്നാലെ ടൂത്ത്ലെസ്സും ആ വലിയ തീയിലേക്ക് വീഴുകയും ചെയ്യുന്നു. അവിടുത്തെ തീയൊന്ന് ശമിച്ചതിനു ശേഷം നാട്ടുകാരും അച്ഛനുമെല്ലാം ഹിക്കപ്പിന് വേണ്ടിയുള്ള തിരച്ചിൽ ആരംഭിച്ചു. എന്നാൽ വീണ് കിടക്കുന്ന ടൂത്ത്ലെസ്സിനെ മാത്രമാണ് അവർക്ക് കാണാൻ സാധിച്ചത്. ഹിക്കപ്പിനിയില്ല, നീയെങ്കിലും രക്ഷപ്പെട്ടല്ലോ എന്ന് പറഞ്ഞ് ടൂത്ത്ലെസ്സിനെ അച്ഛൻ സമീപിച്ചപ്പോൾ ടൂത്ത്ലെസ് അവന്റെ ആ ചിറകുകൾ ഓപ്പൺ ചെയ്യുന്നു. അതിനുള്ളിൽ നമ്മുടെ ഹിക്കപ്പ് സേഫ് ആയിട്ടിരിപ്പുണ്ടായിരുന്നു. ഹിക്കപ്പ് മരിച്ചുപോയെന്നാണ് എല്ലാവരും വിചാരിച്ചിരുന്നത്. ഇങ്ങനെ ഒരു ട്വിസ്റ്റ് ആരും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. ബോധമില്ലാണ്ട് കിടന്ന ഹിക്കപ്പ് നെക്സ്റ്റ് ഡേ കണ്ണു തുറന്നപ്പോൾ കണ്ടത് അവന്റെ മുറിയിൽ അവന്റെ ബെഡിൽ അവന്റെ കൂടെ ഇരിക്കുന്ന ടൂത്ത്ലെസ്സിനെയാണ്. അത് അവന് വല്ലാത്തൊരു സർപ്രൈസ് ആയിരുന്നു. നീ എന്താ ഇവിടെ? ഇവിടുന്ന് പെട്ടെന്ന് പൊക്കോ, ആരെങ്കിലും കണ്ട പ്രശ്നമാകും എന്നൊക്കെ പറഞ്ഞ് അവൻ ആ ടൂത്ത്ലെസ്സിനെ തള്ളിവിടുകയാണ്. എന്നാൽ അത് അവന്റെ അടുത്തൊന്നും പോകുന്നുണ്ടായിരുന്നില്ല. അവൻ പതിയെ പുറത്തേക്ക് ഇറങ്ങാൻ നോക്കിയപ്പോഴാണ് അവന്റെ ഒരു കാല് നഷ്ടപ്പെട്ടു എന്ന യാഥാർത്ഥ്യം അവൻ തിരിച്ചറിയുന്നത്. ആ നഷ്ടമായ കാലിന്റെ സ്ഥാനത്ത് ഒരു ഡ്യൂപ്ലിക്കേറ്റ് കാല് ഫിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. വീടിന് വെളിയിലെ കാഴ്ചകൾ അവനെ ഞെട്ടിക്കുന്നതായിരുന്നു. കാരണം അവിടെ ഓരോരുത്തരും ഓരോ ഡ്രാഗണിനെ പെറ്റായിട്ട് വെച്ചിരിക്കുകയായിരുന്നു. അവിടുത്തെ നാട്ടുകാരും ഡ്രാഗൺസും നല്ല ക്ലോസ് ആയിരിക്കുന്നു. ഇതെല്ലാം കൂടെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ഹിക്കപ്പിന് വല്ലാത്ത സന്തോഷമായി. അവിടുത്തെ നാട്ടുകാരെല്ലാവരും കൂടെ ഹിക്കപ്പിനൊരു സാധനം ഗിഫ്റ്റ് ചെയ്യുന്നു. നമ്മുടെ ടൂത്ത്ലെസ്സിന്റെ വാലിൽ ഫിറ്റ് ചെയ്യാൻ പറ്റിയ ആർട്ടിഫിഷ്യൽ ചിറകായിരുന്നു അത്. ഈ നാട്ടിലെ പ്രോബ്ലംസ് ഒക്കെ സോൾവ് ആയി. എല്ലാവരും ഹാപ്പി. ഈ സന്തോഷത്തിൽ ഈ മൂവി ഇവിടെ അവസാനിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.